Good afternoon. Assalamu alaikum. Walaikum assalam warahmatullah. Walaikum assalam. Alaikum assalam. Thank you. Walaikum assalam, ma'am. Alaikum assalam. How are you all? Good, very Fine, good. thank you. പിള്ളേരൊക്കെ വളരെ ഹാപ്പിയിലല്ലേ നോമ്പ് അതെ യെസ് Yes, മാം ഉള്ളപ്പോ yes. ഞങ്ങൾ ഹാപ്പി ആണല്ലോ. യെസ് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സെഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡാണ്. ഗ്രാറ്റിറ്റ്യൂഡ് രണ്ടാം ഇന്റൻഷൻ അങ്ങനെയാണ്. ഈ 30 ഡേയ്സ് ഇമ്മൻസ് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യും എന്നുള്ളൊരു ഇന്റൻഷൻ നമ്മളിപ്പോൾ എടുക്കണം. എല്ലാത്തിനും എവിടെയൊക്കെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാൻ പറ്റുമോ അവിടെയൊക്കെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തിരിക്കും. ഓരോ മൊമെന്റിലും ഗ്രാറ്റിറ്റ്യൂഡിൽ ലീവ് ചെയ്യാൻ നമുക്ക് കഴിയണം. ഓരോ സെക്കൻഡിലും അത് അത് തരുന്ന ഒരു ബ്യൂട്ടി, അത് തരുന്ന ഒരു പീസ്, അത് തരുന്ന ഒരു സന്തോഷം, അത് തരുന്ന ഒരു അബണ്ടൻസ്, അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു അബണ്ടൻസ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്കാണ്. അപ്പൊ എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ഡീപ്പർ ലെവലിൽ പ്രാക്ടീസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ ഇന്ന് എനിക്ക് ഒരു ചെറിയൊരു ഒരു കാര്യം പറയാനുള്ളത്, എനിക്ക് 4:30 ആകുമ്പം എനിക്ക് വൈൻഡപ്പ് ചെയ്യണം. കാരണം 4:30ക്ക് എനിക്കൊരു മീറ്റിംഗ്, ഒരു എമർജൻസി മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ഇന്ന് അത്ര സമയം നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് നാളേക്ക് 45 മിനിറ്റ്സ് എടുക്കാം. അപ്പൊ ഞാൻ ഇന്ന് രേഷ്മ കോ-ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. രേഷ്മ ആരെങ്കിലും വരാണെങ്കിൽ ജോയിൻ ചെയ്യിപ്പിക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് സബ്ജക്റ്റിലേക്ക് പോകാം. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത്, ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇന്നത്തെ ഡേയില് ഇന്ന് മുതൽ നാളെ ഗ്രാറ്റിറ്റ്യൂഡ് ബർക്കത്ത് ജേർണൽ എന്ന് പറഞ്ഞൊരു സാധനം നാളെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നാളത്തെ ക്ലാസ് ഒന്നും ആരും മിസ് ചെയ്യരുത്. റിയൽ ബെനിഫിറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ നമുക്ക് സ്പിരിച്വലി ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് അറിയാം. എൻ്റെ ഒരു സ്പിരിച്വൽ ബെനിഫിറ്റ് തൊട്ട് നമുക്ക് തുടങ്ങാം. കാരണം വി ആർ ഹിയർ ടു ഡിസ്കസ്, വി ആർ ഹിയർ ടു ഇവോൾവ് ത്രൂ സ്പിരിച്വാലിറ്റി. അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ശുക്ർ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ബ്ലെസ്സിങ്സ് മൾട്ടിപ്ലൈ ചെയ്യുമെന്നാണ് പറയുന്നത്. ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്, ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഷുവർലി ഇൻക്രീസ് യു. നീ കൂടുതൽ നീ നന്ദിയുള്ളതാണെങ്കിൽ ഞാൻ നിനക്ക് അധികരിപ്പിച്ച് തരുമെന്നാണ് പറഞ്ഞത്. നിനക്കുള്ളത് എന്താണോ അതിനെ ഞാൻ കൂട്ടിത്തരും. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു റെക്കഗ്നേഷനാണ്, ഒരു അലൈൻമെന്റ് ആണ്, ഒരു ഹ്യൂമിലിറ്റിയാണ്. നമ്മൾക്ക് ഒരു ഹ്യൂമിലിറ്റി ഉണ്ടാകുമ്പോഴാണ് ബർക്കത്ത് ഉണ്ടാകുന്നത്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞത് കൊണ്ട് ബർക്കത്ത് ഉണ്ടാവില്ല. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കും. ആ ശുദ്ധീകരണ ക്ലെൻസിങ് ആണ് ബർക്കത്തോട് തരുന്നത്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നവർ ഹൃദയ ശുദ്ധീകരണമില്ലാതെ, ആ സംസ്കരണമില്ലാതെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് അബണ്ടൻസ് വരത്തില്ല. അതാണ് ഏറ്റവും കോറായിട്ടുള്ള ഒരു കാര്യം. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡും പറയും, പക്ഷെ എന്നാൽ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ചെയ്യും എന്ന് പറഞ്ഞാൽ നമുക്ക് അബണ്ടൻസ് വരത്തില്ല. അത് പടച്ചവന്റെ തൃപ്തി നമുക്ക് ലഭിക്കുകയുള്ള ഹൃദയം ശുദ്ധീകരിക്കണം. ഗ്രാറ്റിറ്റ്യൂഡിലൂടെ, നന്ദിയിലൂടെ ആ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നുണ്ടോ നമ്മൾ ചിന്തിക്കണം. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ സർക്കംസ്റ്റാൻസസ് ഒന്നും ചേഞ്ച് ചെയ്യത്തില്ല, നമ്മുടെ സാഹചര്യങ്ങൾ ചേഞ്ച് ചെയ്യത്തില്ല, പക്ഷേ നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ അവസ്ഥയെ ചേഞ്ച് ചെയ്യും, നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ചേഞ്ച് ചെയ്യും, നമ്മുടെ പെർസെപ്ഷനെ ചേഞ്ച് ചെയ്യും, നമ്മുടെ എനർജിയെ ചേഞ്ച് ചെയ്യും. സ്റ്റേറ്റ് നമ്മളായിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് അടുത്ത അവസ്ഥയിൽ, അടുത്തൊരു സ്റ്റേജിലേക്ക് കൊണ്ടുപോകും. നെർവസ് സിസ്റ്റം, നമ്മളെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന രീതി എല്ലാം ചേഞ്ച് ആകും. കാരണം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, പോസിറ്റീവ് ഡോപ്പമൈനും സെറട്ടോണിനും പോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യും. അമിഗ്ദല സ്റ്റോപ്പ് ചെയ്യും. അമിഗ്ദലയുടെ വർക്ക് അവിടെ നടക്കില്ല. നമ്മുടെ പെർസെപ്ഷൻ ചേഞ്ച് ആകും. ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ നോക്കിയിട്ട് ഒരിക്കലും ഒരു ഹാർഷായിട്ട്, ഒരു എന്താ പറയുക, ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിൽ ചിന്തിക്കാനോ ജഡ്ജ്മെന്റ് ചെയ്യാനോ പറ്റത്തില്ല. റിയൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നവർ, റിയൽ പ്രാക്ടീസാണ് ഞാൻ പറയുന്നത്. പെർസെപ്ഷൻ കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഒരാൾ നമ്മളോട് മോശം അല്ലെങ്കിൽ നമുക്ക് വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചാൽ പോലും ഗ്രാറ്റിറ്റ്യൂഡ് ഡീപ്പർ ലെവലിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അദ്ദേഹം എന്തോ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു മാനസിക ഇതുകൊണ്ട് പറഞ്ഞു പോയതായിരിക്കാം, അങ്ങനെ അല്ല, അങ്ങനെ അല്ല എന്ന് പെർസീവ് ചെയ്യാനുള്ള ഒരു തോട്ട് നമ്മുടെ ഉള്ളിലുണ്ടാവും. അത്രയും ഹ്യൂമിലിറ്റിയാണ് നമുക്ക് ഉണ്ടാകുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ക്ലെൻസ് ചെയ്യുന്ന സമയത്ത്. നമ്മുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യും,
ബിഹേവിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡെസ്റ്റിനി ചേഞ്ച് ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ ഗേറ്റ് വേ ബിറ്റ്വീൻ സർവൈവൽ ആൻഡ് അബണ്ടൻസ്. എപ്പോഴും നമ്മൾ ആലോചിക്കുക, സർവൈവൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓ എന്തിനാണ് എനിക്കിത് തന്നത്, ഞാനിങ്ങനെ ആയിപ്പോയല്ലോ, തമ്പുരാൻ എന്നെ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ് അല്ല, ആ ഒരു ലെവലിൽ ഒരു വിക്ടിമൈസ്ഡ് ലൈഫും അബണ്ടൻസും തമ്മിലൊരു ഒറ്റ വാതിൽ എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഇതങ്ങ് ഉറക്കെ നമ്മൾ പിടിച്ചാൽ, ഇതങ്ങ് മുറുകെ പിടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അവിടെ എത്തും, ആ ഒരു അബണ്ടൻസിലേക്ക് നമ്മൾ എത്തും. ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ഒരു സൂഫി വര്യൻ ഒരു വലിയ ഒരു സ്ഥലത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വലിയ സമ്പന്നനായിരുന്നു, അതായത് വലിയ കിങ്ഡം ഉണ്ട്. അദ്ദേഹം എപ്പോഴും പറയും അയാൾക്ക് മെഷർ ചെയ്യാൻ പറ്റാത്തത്ര ഗോൾഡ് ഉണ്ട്. പണ്ടൊക്കെ സമ്പത്ത് അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് അക്യുമുലേറ്റ് ചെയ്യലാണ്. എനിക്ക് ലോയൽ സോൾജിയേഴ്സ് ഉണ്ട്, ഞാൻ പറയുന്ന പോലെ കേൾക്കുന്ന പടയാളികളുണ്ട്, ബ്യൂട്ടിഫുൾ പാലസ് ഉണ്ട്. പക്ഷെ അയാൾക്ക് ഒരിക്കലും അയാൾക്ക് ഇതെല്ലാം ഉണ്ടെങ്കിലും അയാൾക്കൊരു സന്തോഷം തോന്നിയില്ല. അയാൾക്ക് എല്ലാം ഉണ്ട് പക്ഷെ സന്തോഷമില്ല. എല്ലാ ദിവസവും രാവിലെ അദ്ദേഹം കംപ്ലൈൻറ്റ് പറയും, ഇങ്ങനെയാണ്, ഈ ഭക്ഷണത്തിന് ചൂടില്ല, കൊണ്ടുകൊടുക്കുന്ന ഭക്ഷണം ചൂടില്ല, ഈ മന്ത്രിമാർക്കൊന്നും ബുദ്ധിയില്ല, ഇവരൊന്നും ഇങ്ങനെ ആയാൽ പോരല്ല, ഈ ആളുകൾക്ക് എത്ര കൊടുത്താലും നന്ദിയില്ല, ലോയലില്ല എന്നാ പറഞ്ഞ്. ഇത്രയും പോരാ, കുറച്ചുകൂടെ വലിയൊരു രാജ്യം എനിക്ക് വേണമായിരുന്നു, ഇതൊന്നും പോരെ എനിക്ക്, ഇങ്ങനെ ഒരു എനിക്ക് ഇനിയും വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നേച്ചർ, ഒരു സ്വഭാവം ഈ രാജാവിനുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലത്തേക്ക് ഒരു സൂഫി വര്യൻ വരികയാണ്, ആ കൊട്ടാരത്തിൽ വരികയാണ് അദ്ദേഹം. അപ്പോൾ ഈ രാജാവ് സൂഫി വര്യനോട് ചോദിക്കുകയാണ്, അല്ലയോ സൂഫി വര്യ, നിങ്ങളെ പറഞ്ഞു തരൂ, എനിക്ക് ഇതിനേക്കാൾ ബ്ലെസ്സിങ്സ് ഇനി എനിക്ക് എന്താണ് വേണ്ടത്? എനിക്ക് എല്ലാ ബ്ലെസ്സിങ്സും ഇല്ലേ, ഇനി ഇതിനൊക്കപ്പുറത്തേക്ക് എനിക്ക് എന്തെങ്കിലും ഉണ്ടോ, ഇനി എന്തെങ്കിലും എനിക്ക് കുറവുണ്ടോ? എനിക്ക് ഈ പറഞ്ഞതെല്ലാം ഉണ്ട്, എനിക്ക് എവിടെയാണ് കുറവുള്ളത്? എനിക്കെന്തോ ഒരു തൃപ്തി കിട്ടുന്നില്ല ലൈഫിൽ, എനിക്ക് എന്താണ് കുറവുള്ളത്, എന്താണ് എനിക്ക് സന്തോഷം കിട്ടാത്തത് എന്താണ്? അപ്പോൾ ഈ എൻ്റെ രാജ്യത്ത് എല്ലാം തികഞ്ഞവരല്ലേ ഉള്ളൂ, അവർക്കെല്ലാം ഞാൻ കൊടുക്കുന്നില്ലേ? അപ്പൊ എന്നെക്കാൾ സമ്പന്നനായിട്ടുള്ള, എന്നെക്കാൾ സന്തോഷം അനുഭവിക്കുന്ന, എന്നെക്കാൾ പീസ്ഫുൾ ആയിട്ടുള്ള ആരെയെങ്കിലും നിങ്ങൾ കണ്ടുവോ എന്ന് സൂഫി വര്യനോട് ചോദിക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, യെസ്, ഞാൻ കണ്ടു. ആരെ? എന്നെക്കാൾ സമാധാനം അനുഭവിക്കുന്ന, സന്തോഷം അനുഭവിക്കുന്ന ആരെയാണ് അങ്ങ് കണ്ടു? അപ്പൊ പറഞ്ഞു, അപ്പൊ കിങ് ഷോക്ക്ഡായി പോയി, രാജാവ് ഷോക്ക്ഡായി പോയി. അദ്ദേഹം പറഞ്ഞു, ഒരു അപ്പുറത്ത് ഒരു കർഷകൻ നിൽപ്പുണ്ട്, ആ കർഷകൻ, അതായത് ഈ പാലസിന്റെ പുറത്ത് ഒരു കർഷകനുണ്ട്, ആ കർഷകൻ നിങ്ങളെക്കാൾ എത്രയോ സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ രാജാവ് ഉറക്കെ പൊട്ടിച്ചിരിച്ചു. എ ഫാമർ, ഒന്നുമില്ലാത്ത ഒരു കൃഷിക്കാരൻ എങ്ങനെയാണ് ഇത്രയുമുള്ള എനിക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ എനിക്ക് കിട്ടാത്ത സന്തോഷം അവൻ എന്താണുള്ളത്? ഒന്നുമില്ലാത്തൊരു കൃഷിക്കാരൻ എങ്ങനെയാണ് പറഞ്ഞത്? ഹി വോണ്ട്സ് നത്തിങ് എന്നാണ് പറഞ്ഞത്. അപ്പം ഈ സൂഫി വര്യൻ വളരെ സൗമ്യനായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ്, അങ്ങക്ക് എന്താണോ ഇല്ലാത്തത് അത് ആ ഫാർമറിനുണ്ട്. ഹി വോണ്ട്സ് സംതിങ് യു ഹാവ് ലോസ്റ്റ്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, നിങ്ങൾക്കില്ലാത്തത് ആ ഫാർമറിനുണ്ട്. അപ്പൊ കിങ്ങിന് ഭയങ്കര ദേഷ്യം വന്നു. എന്താണത്? എനിക്കിപ്പോൾ അറിയണം, എനിക്കില്ലാത്തത് എന്താണ് ആ ഫാർമറിനുള്ളത്? അതുകൊണ്ടാണോ അയാൾ അത്രയും സന്തോഷമെന്ന് നിങ്ങൾ പറയുന്നത്? ഇപ്പൊ എനിക്കില്ലാതെ ഉടനെ കൊണ്ടുവരൂ, ആരാണ് അവിടെ? എനിക്കില്ലാത്ത ഫാർമറിനുള്ളത് എന്താണോ അത് പിടിച്ച് കെട്ടിക്കൊണ്ടുവരാം. അപ്പൊ സുഹൃവര്യം പറയും, അത് പിടിച്ച് കൊണ്ടുവരാനുള്ള സാധനമല്ല, ഹി ഓൺസ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി, ആ നന്ദിയാണുള്ളത്. ഈ ഒരു വേർഡ് ഈ രാജാവിനെ കൂടുതൽ ചിന്തിപ്പിച്ചു എന്ന് പറയുന്നത്. പിറ്റേ ദിവസം മുതൽ ഈ രാജാവ് കൃഷിക്കാരനെ നിരീക്ഷിക്കും. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ അദ്ദേഹം എഴുന്നേൽക്കുന്നു. എന്നിട്ട് ഒരു കഷ്ണം ബ്രെഡായിരിക്കും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു ചെറിയ പീസ് ഭക്ഷണം, റൊട്ടി, അതും എടുത്ത് അദ്ദേഹം കുറച്ച് അദ്ദേഹം കഴിച്ചിട്ട്, ആ ഭക്ഷണം പകുതി കഴിച്ചിട്ട് പകുതി അദ്ദേഹത്തിന് ഉച്ചയ്ക്ക് കഴിക്കാനെടുത്ത് വെച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, യാ അല്ലാഹ്, താങ്ക് യു ഫോർ ദിസ് ഫുഡ്. അതാണ് അയാൾ ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും, യാ അല്ലാഹ്, താങ്ക് യു ഫോർ ദിസ് വാട്ടർ ടു ഫുൾഫിൽ മൈ തേഴ്സ്റ്റ് എന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹം ആകാശത്തേക്ക് നോക്കി, ഈ കർഷകൻ ആകാശത്തേക്ക് നോക്കി, എന്നിട്ട് പറയാം, താങ്ക് യു ഗോഡ്, താങ്ക് യു ഫോർ അനദർ ബ്യൂട്ടിഫുൾ ഡേ ഫോർ ലിവ്, അനദർ ബ്യൂട്ടിഫുൾ ലൈഫ്. അപ്പോൾ ഇത് കണ്ടിട്ട് രാജാവ് ഭയങ്കര ഡിസ്റ്റർബ്ഡായി.
അദ്ദേഹത്തിന് ഗോൾഡൻ പ്ലേറ്റ് ഉണ്ട്, ഇഷ്ടംപോലെ സിൽവർ സ്പൂണുണ്ട്, ഇഷ്ടംപോലെ ഭക്ഷണ സാധനങ്ങളുണ്ട്. ബട്ട് ഹി നെവർ സെഡ് താങ്ക് യു. ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. ആ രാത്രി ആ രാജ്യത്ത് വലിയൊരു സ്റ്റോം, ഒരു വലിയ കൊടുങ്കാറ്റുണ്ടാകുന്നു. ആ ഒരു അദ്ദേഹത്തിൻ്റെ ഈ സ്വർണം കൂമ്പാരങ്ങൾക്ക് വെച്ചിരിക്കുന്ന ട്രഷറി, രാജകൊട്ടാരത്തിൽ ഉണ്ടാകുന്ന ഇതുണ്ടാവുമല്ലോ ട്രഷറി, അവിടെ ലൈറ്റിന് ഇടി വരുന്നു. എല്ലാം കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്ത്, എല്ലാം നശിച്ചുപോയി. ഇടിമിന്നലേറ്റ് ആ ധനം സമ്പത്തും എല്ലാം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു പാലസിൻ്റെ ഒരു പാർട്ടി കൊളാപ്സ്ഡ് ആയിപ്പോയി, നശിച്ചുപോയി. ആ രാജാവ് ഭയങ്കര നിരാശയിലേക്ക് പോയി. ഇതേ സമയം ഫാർമർ, അതായത് അടുത്ത ദിവസം ഫാർമർ സെയിം അതേപോലെ അയാളുടെ വീട്ടിലും ഇതൊന്നും സംഭവിച്ചില്ല. ഒരു ചെറിയ കുടിലാണ്, പക്ഷെ അവിടെ ഒന്നും സംഭവിച്ചില്ല. ആ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു കുടിലായിരുന്നു. ആ കുടില് ഈ ഇടിവെട്ടലിലൊന്നും സംഭവിച്ചില്ല, പക്ഷെ അത് കഴിഞ്ഞ് വന്ന മഴവെള്ളത്തിൽ ഒലിച്ചുപോയി. അപ്പോൾ ഈ അപ്പൊ അദ്ദേഹത്തിന് കിടക്കാനൊന്നുമില്ല, ഒരു സ്ഥലവും ഇല്ല. അയാൾ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടിട്ടും ഈ രാജാവ് ഇറങ്ങി നോക്കുകയാണ് ഇങ്ങനെ എന്തൊക്കെ നാട്ടിൽ സംഭവിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുടിലെല്ലാം പോയി. അപ്പോൾ രാജാവിന് അതിശയത്തോന്നും, ഇയാൾക്ക് എല്ലാം പോയല്ലോ, അയാൾ അത്രയും നന്ദി പറഞ്ഞിട്ട് ഇയാൾക്ക് എല്ലാം പോയല്ലോ. അപ്പോൾ അദ്ദേഹം നോക്കുമ്പോഴത്തേക്ക് ഈ മനുഷ്യൻ അവിടെ നിന്ന് വീണ്ടും നന്ദി പറയാണ്. ഇത് ഇത്രയും അല്ലേ പോയുള്ളൂ, എനിക്ക് എൻ്റെ ആരോഗ്യവും എൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെ ആരോഗ്യവും ചിന്തിക്കാനുള്ള ശേഷിയും ഈ ബാക്കിയുള്ള എനിക്ക് തന്നിട്ടുള്ള ബാക്കിയുള്ള മണ്ണും, ചവിട്ടി നിൽക്കാനുള്ള മണ്ണും, കാണാനുള്ള ആകാശവും, ശ്വസിക്കാനുള്ള വായുവും, ഇതെല്ലാം എനിക്ക് തന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഡീപ്പ് ലെവൽ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് പോകുന്നതാണ്. എല്ലാം നശിച്ചിട്ടും ഡീപ്പ് ലെവൽ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് പോകുന്നതാണ് രാജാവ് കാണുന്നത്. അദ്ദേഹത്തിന് ഭയങ്കര കുറ്റബോധം തോന്നി. അദ്ദേഹം ഫാർമറിൻ്റെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് കർഷകനോട് പറയണം, ടീച്ച് മീ ഹൗ ടു ബി ഗ്രേറ്റ്ഫുൾ. എങ്ങനെയാണ് ഞാൻ നന്ദി കാണിക്കേണ്ടതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരൂ. ക്രൗൺ താഴെ എടുത്ത് വെച്ചിട്ടാണ്, കിരീടം താഴെ വെച്ചിട്ടാണ് അദ്ദേഹം ഫാർമറിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു മറുപടിയുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് നോട്ട് അബൌട്ട് വാട്ട് യു ഹാവ്. നിങ്ങൾക്കുള്ളതല്ല ഗ്രാറ്റിറ്റ്യൂഡ്, ഇറ്റ് ഈസ് അബൌട്ട് ഹൂ യു റെക്കഗ്നൈസ് ആസ് ദ സോഴ്സ്. ഇതെല്ലാം നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ സോഴ്സിന്, ഇത് ഇത്രയും തന്ന സോഴ്സിന് റെക്കഗ്നൈസ് ചെയ്യലാണ് യഥാർത്ഥ ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പൊ യു ലേൺ സംതിങ് ന്യൂ ഫ്രം ദിസ് സ്റ്റോറി. നമ്മൾ ഇതുവരെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് വഴി ദൈവത്തെ കണ്ടെത്തുക ചെയ്യണം, പടച്ചവനെ കണ്ടെത്തുന്നു. കറക്റ്റ്. നമ്മൾ ഇതുവരെ പഠിച്ചത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്കുള്ളതിനെ പറയുക. പക്ഷെ നമ്മൾ ഇവിടെ റെക്കഗ്നൈസ് ചെയ്യുന്നത്, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ ഉള്ളത് തന്ന ആ സോഴ്സിനെ റെക്കഗ്നൈസ് ചെയ്യൽ. അതാണ് റിയൽ ഗ്രാറ്റിറ്റ്യൂഡ്. ആ ലെവലിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ, ആ ലെവലിൽ നിന്നുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാമെങ്കിൽ വി വിൽ റീച്ച്. അപ്പോൾ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഇനിയും, അതായത് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ബാക്കിയുള്ള വശങ്ങളുണ്ട്. അപ്പോൾ റസൂലുള്ള ഇപ്പം ഇസ്ലാം മതം സ്പ്രെഡ് ചെയ്യുന്നു, യുദ്ധങ്ങളൊക്കെ കഴിയുന്നു, ജനങ്ങൾ റസൂലുള്ളാഹിയെ അംഗീകരിച്ചു തുടങ്ങി, പ്രോഫിറ്റ് ആയിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു, ഒരുപാട് അനുയായികൾ ഉണ്ടായി കഴിഞ്ഞു. ഇതിനുവേണ്ടി അഹോരാത്രം പണിപ്പെട്ടതാണ് ഇസ്ലാമിൻ്റെ, അല്ലെങ്കിൽ ഒരു അംഗീകാരം ആളുകളിൽ അത് മനസ്സിലാക്കൽ, ആ ട്രാൻസ്ഫോർമേഷൻ, ആ റെവല്യൂഷൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ളതാണ് റസൂല്. അപ്പം അത് കഴിഞ്ഞിട്ടും വീണ്ടും മണിക്കൂറുകൾ നിന്ന്, രാത്രികാലങ്ങളിൽ നിന്ന് പ്രെയർ ചെയ്യും. ആ പ്രെയറിൽ ഏറ്റവും കൂടുതൽ റസൂല് ഗ്രാറ്റിറ്റ്യൂഡാണ് പറയുന്നത്, നന്ദിയാണ്, പടച്ചവനോടുള്ള നന്ദിയാണ് പറയുന്നത്, ശുക്ർ ചെയ്യൽ. അപ്പോൾ ഒരു ദിവസം കാലിങ്ങനെ നീര് വന്ന് ഇങ്ങനെ കയറുന്നു വന്നപ്പോൾ വൈഫ് ചോദിച്ചു, എന്തിനാണ് ഇനിയും, നിങ്ങൾക്കെല്ലാം ആയില്ലേ, ഇപ്പോൾ ആളുകൾ അംഗീകരിക്കുന്നില്ലേ, എല്ലാം ഉണ്ടല്ലോ, ഇനിയും എന്തിനാണ് ഇത്രയും നേരം നിന്ന് പ്രെയർ ചെയ്യുന്നത്, ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്? അപ്പോൾ റസൂല് പറയുന്നൊരു മറുപടിയുണ്ട്, ഇനിയാണ് ഞാൻ കൂടുതൽ പറയേണ്ടത്. മരിക്കുവോളം ഞാൻ നിന്ന് പറഞ്ഞാലും തീരാത്തത്ര ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് തമ്പുരാനുമായിട്ടുണ്ട്. ഇനിയും ഞാൻ എത്രയോ പറഞ്ഞാൽ പോലും ഈ ഒരു ആയുസ് മുഴുവൻ പറഞ്ഞാൽ പോലും എനിക്ക് എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ്, ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ, അതായത് ഏറ്റവും ഡീപ്പസ്റ്റ് ഹേർട്ടിൽ
ഏറ്റവും ഫീൽ ചെയ്ത ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ഒരു സെർവൻ്റായി ഞാൻ മാറിയാലും തീരില്ല എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ്. അങ്ങനെയാണ് പറഞ്ഞത്. ഒരു സെർവൻ്റ്, പടച്ചവൻ്റെ ഒരു ദാസൻ ആയി മാറിയാലും എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് തീരില്ല. അത്രയും പവർഫുള്ളാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്നു മുതൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് ഉള്ളതിനല്ല, അത് നമുക്ക് തന്ന സോഴ്സിന് സോഴ്സിനെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ളത്. ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് നമുക്കറിയാം, ഇമോഷണൽ ബെനിഫിറ്റ് എല്ലാ ഏരിയയിലും നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. ഫിസിക്കൽ ഹെൽത്ത് ബെനിഫിറ്റ്, നമ്മുടെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റി കൂടുമെന്നറിയാം, BP കുറയുമെന്നറിയാം, ഇമ്മ്യൂണിറ്റി സ്ട്രെങ്തൻ ചെയ്യും, ഇൻഫ്ലമേഷൻ കുറയും. ഈ ഫിസിക്കൽ ബെനിഫിറ്റാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് കൊണ്ടുള്ള. റിലേഷൻഷിപ്പ് ബെനിഫിറ്റിൽ നോക്കിയാലോ, റീസെൻമെൻറ്റ് കുറയും. നമ്മുടെ മനസ്സ് നിറയെ നന്ദിയാണെങ്കിലുണ്ടല്ലോ, നമ്മൾ സംസാരിക്കുന്ന വ്യക്തിയെടുത്ത്, ഇൻഫാക്റ്റ് നമുക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ പോലും ഒരിക്കലും ആ ദേഷ്യം പ്രകടിപ്പിക്കുക, നമ്മുടെ ഉള്ളിൽ നിറയെ നന്ദിയാണ്. ആ നന്ദിയുള്ള നമ്മൾ ഒരിക്കലും വേറൊരാളടുത്ത് നന്ദി ഇങ്ങനെ ഫീൽ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാൾ പരുഷമായി സംസാരിക്കുക പോലും ഇല്ല. അപ്പുറത്ത് നിൽക്കുന്ന ആളിനെ വളരെ കരുണയോടെ കാണാൻ പറ്റും. റീസെൻമെൻ്റ് എന്നൊരു ഏറ്റവും മോശം ഒരു ഇമോഷനാണ് റീസെൻമെൻറ്റ്. റിലേഷൻഷിപ്പിൽ ഇത്രയും ഭാര്യ ഭർത്താവിനോടും അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട്, മക്കൾ സഹോദരങ്ങളോട്, ബന്ധുക്കളോട് നമുക്കൊരു പുച്ഛഭാവം അല്ലെങ്കിൽ ഒരു ചെറുതാക്കുന്ന ഭാവം, അത് ഏറ്റവും ബന്ധങ്ങൾ തകർക്കുന്ന ഒരു ഇമോഷനാണ്. അത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഉണ്ടാവില്ല. എല്ലാവരെയും വാല്യൂ ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നവർ ഈവൻ കുഞ്ഞുങ്ങളെ പോലും റെസ്പെക്റ്റ് ചെയ്യും. ഇൻഫാക്റ്റ് സൈക്കോളജിക്കലി കുട്ടികൾക്ക് റെസ്പെക്റ്റ് കൊടുക്കണം, എന്നാലേ അവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുള്ളൂ. നമ്മൾ കുട്ടികളെ വളർത്തുന്നതാണ് അവരെ ഇങ്ങനെ നമ്മളെ ഓർഡർ ചെയ്താൽ കേൾക്കാൻ ബാധ്യസ്ഥരാണെന്നുള്ള രീതിയിലാണ് കുട്ടികളത്. ഒരിക്കലും കുട്ടികൾ കേൾക്കില്ല. ഇന്നത്തെ യങ്സ്റ്റേഴ്സിന്, ജെൻസീസിനൊക്കെ സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ ഓർഡർലി ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുണ്ടാവും, അവരുടെ കാഴ്ചകളിൽ നമ്മൾ ഉണ്ടാവണമെന്നുമില്ല. അതാണ് അതിൻ്റെ സത്യം എന്ന് പറയുന്നത്. അപ്പോൾ റീസെൻമെൻറ്റ് കുറയും, ഈഗോ കുറയും. 5 നേരത്തെ നമസ്കാരം സറണ്ടറിങ് ആണ്. എല്ലാ മതങ്ങളും ഈ സറണ്ടറിങ് പറയുന്നുണ്ട്. ശയന പ്രദക്ഷിണം അല്ലെങ്കിൽ മുട്ടുകുത്തി നിൽക്കൽ, അത് ഈഗോനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിസ്കരിച്ചു കഴിഞ്ഞ് തഹജുദ് നിസ്കരിക്കും, ലുഹ നിസ്കരിക്കും, തറാവി നിസ്കരിക്കും, എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നു. ഈ ഞാൻ ഒന്നുമല്ല, ഞാൻ അതിന്റെ അൾട്ടിമേറ്റ് എക്സ്പ്രഷൻ ആണല്ലോ പ്രോസ്ട്രേഷൻ. യെസ്. സോ നമ്മളൊന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ആ ലെവലിലേക്ക് നമ്മൾ ഈഗോനെ കില്ല് ചെയ്യണം. അതിന് ഈ റമദാനിലെ നമസ്കാരം അതിന് ഉപയോഗിക്കണം. കംപ്ലീറ്റ് സുജൂദിൽ പോകുമ്പം, റിയൽ സുജൂദിൽ പോകുന്ന ഒരു ഫീൽ ഉണ്ടാകണം. കംപ്ലീറ്റ് ടോട്ടലി സറണ്ടർ ടു ദ സോഴ്സ്, യൂണിവേഴ്സ്, അള്ളാഹ്. അങ്ങനെയാണെങ്കിലാണ് ആ ഓരോ ചലനങ്ങളിലും അത് ഫീൽ ചെയ്തുകൊണ്ട് ഓരോ സ്റ്റെപ്സിൽ നമ്മൾ എടുക്കേണ്ട ഓതുന്ന കാര്യങ്ങൾ മനസ്സിൽ അതിൻ്റെ മീനിങ് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുമ്പോഴാണ്. മീനിങ് എന്തുകൊണ്ട് ഉൾക്കൊള്ളണം എന്ന് പറയുന്നത് മദർ ടങ്ങിലാവുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ എളുപ്പമാണ്. ഖുർആൻ അപ്പം നമ്മളിപ്പോൾ സുബ്ഹാൻ റബ്ബിൽ അളീം വബിഹംദിഹി എന്ന് പറയുമ്പോൾ അത് ഖുർആനിലെ വചനം നമുക്ക് അതിൻ്റെ മലയാളം അറിഞ്ഞുകൂടെങ്കിൽ നമുക്കത് ഫീലിംഗ് വരത്തില്ല. നമ്മളിങ്ങനെ അഫർമേഷൻ പറയുന്ന പോലെ പറഞ്ഞു പോകും. അത് നമ്മൾ ഫീൽ ചെയ്ത് അതിൻ്റെ മലയാളം അർത്ഥം കൂടി മനസ്സിലാക്കി ആ സറണ്ടർ, അതാ മനസ്സിലാക്കിയെങ്കിൽ ടോട്ടൽ സറണ്ടർ ആണെന്നുള്ള അത് നന്നായിട്ട് ഈഗോ നമ്മുടെ പോകും. ഈഗോ ഹില്ല് ചെയ്യും, എംപതി ഇൻക്രീസ് ചെയ്യും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നത് കൊണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് റെഗുലറായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളുടെ അവരൊരിക്കലും ഫൈറ്റ് ചെയ്യത്തില്ല. ഭയങ്കര ഫൈറ്റ് കുറവായിരിക്കും. പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ തന്നെ വളരെ പെട്ടെന്ന് റിപ്പയർ ചെയ്യാൻ പറ്റും, അവരെ തന്നെ ഹീൽ ചെയ്യാൻ പറ്റും. ഇമോഷണലി സേഫായിട്ട് അവർ ഫീൽ ചെയ്യും. നമ്മളെ ഇമോഷണൽ സെക്യൂരിറ്റി ബിൽഡ് ചെയ്യാൻ ഗ്രാറ്റിറ്റ്യൂഡ് ഒരു നമ്പർ 1 ടൂളാണ്. ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കൂടെ പറയാം, ഫിനാൻഷ്യൽ സക്സസ് ആൻഡ് ബെനിഫിറ്റ്സ് കൂടെ പറയാം. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ പെർസെപ്ഷൻ ഷിഫ്റ്റ് ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് നമ്മൾ ഈ കാണുന്നതൊക്കെ ഇതെല്ലാം മൈൻഡിൽ, ബ്രെയിനിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പറയണേ. ഓരോ ദിവസവും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് നാളെ തൊട്ട് പറയും. പക്ഷെ ഇന്ന് തൊട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തോളണം. എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ആക്ച്വലി ഹാഫ് ആൻ അവർ കൊണ്ട് എടുക്കേണ്ട സബ്ജക്റ്റ് അല്ല മാം, ഇതൊരു വലിയ സബ്ജക്റ്റ് ആണ്. വലിയ സബ്ജക്റ്റ്. ഇതിന്റെ ന്യൂറോ സയൻസ് ഒക്കെ ഉണ്ടല്ലോ. യെസ്, വളരെ ഡീറ്റെയിൽ ഉണ്ട്. പക്ഷെ
ഞാനിന്ന് തീർന്നില്ലെങ്കിൽ ബാക്കി നമുക്ക് നാളെ എടുക്കാം. കാരണം എനിക്ക് എമർജൻസി മീറ്റിംഗ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ വാച്ചിലൂടെ അല്ല, നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഹാഫ് ആൻ അവർ കൊണ്ട് തീർക്കണ്ട, ബാക്കി നാളെ എടുത്താൽ മതി. നാളെ എടുക്കാം, ബാക്കി നാളെ എടുക്കാം. സോ നമുക്ക് ഈ പ്രാക്ടീസ് ചെയ്യുന്നത് ഇതിന് നമുക്ക് റംസാനിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒരു സ്പെഷ്യൽ പ്രാക്ടീസും ഞാൻ പറഞ്ഞ പോലെ ജേണലും നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഫിനാൻഷ്യൽ ആൻഡ് സക്സസ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ പെർസെപ്ഷൻ ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു സ്കേഴ്സിറ്റി മൈൻഡ് നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടായിരിക്കും. ചിലപ്പം നമ്മൾ ചിന്തിക്കും എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അതല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കും പിന്നെ നോർമലി പറയുന്നതാണ് എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അതിന് വളരെ വില കൂടുതലല്ലേ, അതെനിക്ക് പറ്റുമോ, ഞാൻ കൂട്ടിയാൽ കൂടുമോ, അതെന്നെ കൊണ്ട് പറ്റുമോ, ഇതൊരു സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റിൽ നിന്ന് വരുന്നതാണ്. അതുപോലെ ഓഫറുകൾ സ്വീകരിക്കുക, വില കുറഞ്ഞ കാര്യങ്ങൾ, ഒരു ദർഹത്തിന് കിട്ടുന്നത് നമ്മൾ ഓടിപ്പോവും. 1 ദർഹത്തിന് വളരെ പൈസ കുറവ്, അല്ലെങ്കിൽ വളരെ വില കുറഞ്ഞ് ഓടിപ്പോവും. ഇത് ഒരു സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ്. കാരണം എനിക്ക് എന്തോ കുറവുണ്ട്, കുറഞ്ഞത് ഇങ്ങനെയെങ്കിലും ഞാൻ ഫില്ല് ചെയ്യണം എന്നുള്ളൊരു ഉള്ളിലൊരു തോട്ട് വരുന്നുണ്ട്. ഇതൊരു വലിയ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റാണ്. ഈ മൈൻഡ് സെറ്റ് കൊണ്ട് നമുക്ക് ഒരിക്കലും അബണ്ടൻസും പ്രോസ്പെരിറ്റി ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് കുറച്ച് റിയലിസ്റ്റിക് ആയിരിക്കണ്ടേ നമ്മൾ ഡ്രീം ചെയ്യണത്, അല്ലാതെ നമുക്ക് എന്ത് വേണമെങ്കിലും ഡ്രീം ചെയ്യാവും. ഡ്രീം അല്ല ഇവിടെ വരുന്നത്. നമുക്ക് ആഗ്രഹിക്കുന്നത് നമ്മളത് ഇങ്ങനെ നമുക്ക് ഇപ്പം വില കുറച്ച് കിട്ടിയാൽ ഞാൻ ഓടിപ്പോകുന്ന ഒരു സ്കേഴ്സിറ്റി ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിലുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഞാനത് പോകാതെ അല്ലെങ്കിൽ എൻ്റെ ബഡ്ജറ്റ് നോക്കാതെ ഞാൻ അധികം വാങ്ങണമെന്നല്ല. അതിന് അർത്ഥമില്ല. ഇത് ഇപ്പോൾ ബഡ്ജറ്റ് നോക്കി നമ്മൾ വളരെ ഫിനാൻഷ്യൽ പ്ലാനിങ് തന്നെ ജീവിക്കണം, ഫ്യൂച്ചർ നമ്മൾ സേവ് ചെയ്യണം, ഇതെല്ലാം ചെയ്യണം. ബട്ട് ഇതിനോടുള്ള അമിതമായ ഒരു ആവേശം, ഒരു അഡിക്ഷൻ, അതൊരു സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റിൽ നിന്നും വരുന്നതാണ്. സൈക്കോളജി പ്രകാരമാണ് ഞാൻ ഈ പറയുന്നത്. മണിയും സൈക്കോളജിയും തമ്മിലുള്ള അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം കൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. കാരണം ആ വിശ്വാസം ഇങ്ങനെയാണ്, നമ്മൾ ചുറ്റുമുള്ള അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ പാരൻസോ, അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഒരു സാഹചര്യം അങ്ങനെയായിരിക്കും, നമ്മുടെ ചൈൽഡ്ഹുഡ് അങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മളൊരു കാര്യം കുട്ടിയായിരിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പാരൻ്റ് പറയും, അയ്യോ അത് പറ്റത്തില്ല, അതിനുള്ള സാമ്പത്തിക ശേഷി നമുക്കില്ല. അപ്പോൾ കുട്ടി പറയും, എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലുണ്ടല്ലോ, അവരൊക്കെ വലിയ ആൾക്കാരല്ലേ, അവർക്ക് കാശുള്ളൂ, നമുക്ക് അതിനുള്ള ശേഷിയില്ല, അത്രയൊന്നും വാങ്ങാൻ പറ്റും. ഇത് കേട്ട് 4 പ്രാവശ്യം ഈ ഒരു കാര്യം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഇതെൻ്റെ വിശ്വാസമായി മാറുകയാണ് ചെയ്യുന്നത്. ഇതാ കുട്ടിയുടെ വിശ്വാസമായി മാറുകയാണ്. ഈ വിശ്വാസത്തിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ മണിയുമായുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് അത്ര സുതാര്യമല്ല, നല്ലതല്ല. ഇപ്പം ലൈഫ് കോച്ചിങ്ങിൽ നിങ്ങൾ ആ മണി ഏരിയ പഠിപ്പിക്കുമ്പോൾ ഞാൻ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് ഒരു സ്പിരിച്വൽ പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. ഗ്രേറ്റ്ഫുൾ മൈൻഡ്. ഇപ്പം ഐ ഡോണ്ട് ഹാവ് ഇനഫ് എന്ന് പറയുന്ന സമയത്ത് എത്രമാത്രം ഇവിടെ ഗ്രാറ്റിറ്റ്യൂഡിൽ നമ്മൾ ഇത്രമാത്രം എടുത്താൽ മതി, മറ്റത് മണിയിൽ നമ്മൾ പഠിക്കും. എ ഗ്രേറ്റ്ഫുൾ മൈൻഡ് സേസ് ഐ ഓൾറെഡി ഹാവ് സംതിങ്. മൈൻഡ് ഭയങ്കര നിറഞ്ഞ കവിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്കത് ഇല്ല എന്ന് നമ്മൾ പറയുക. സ്കേഴ്സിറ്റിയിൽ നിൽക്കുന്നവർ പറയുന്നത് നമ്മൾ പറയില്ല. ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നവർക്ക് ഉള്ളു നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഉണ്ടെന്നൊരു ഫീലാണ്. അതുകൊണ്ടാണ് ഡോപാമൈൻ സെറോട്ടോണിൻ ഇങ്ങനെ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്ക് എന്തോ ഉണ്ടെന്നുള്ളൊരു ഫീൽ ഉണ്ടാകും. എനിക്ക് ആരൊക്കെയോ ഉണ്ട്, എനിക്ക് എന്തൊക്കെയോ ഉണ്ട്. കാരണം നമ്മൾ സോഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ട്, പടച്ചവനുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ റിസ്ക് ടോളറൻസ് കൂടും. റിസ്ക് ടോളറൻസ് ഇത് ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ഇന്നലെ വരെ എടുക്കാത്ത ഒരു റിസ്ക് ബിസിനസ്സുകാരൊക്കെ ഇങ്ങനെ എടുക്കും, ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്നവർ. റിസ്ക് ടോളറൻസ് കൂടുമ്പം എന്നാൽ പിന്നെ ഞാനത് ചെയ്തു നോക്കാം. ആ ഒരു റിസ്ക് എടുക്കാനുള്ള ഒരു ഇന്നർ ഒരു സ്ട്രെങ്ത് നമുക്കുണ്ടാകും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതുകൊണ്ട്. അതുപോലെ ഡിസിഷൻ, നമ്മൾ ഡെസ്പറേറ്റ് ഡിസിഷൻസ് ചിലരെടുക്കും. അയ്യോ ഞാൻ ഇനി താമസിച്ചു, നമ്മൾ ഡെസ്പറേറ്റ് ചെയ്തിട്ട് ഡിസിഷൻ എടുക്കും. എല്ലാവരും ചെയ്തു, ഞാൻ ചെയ്തില്ലല്ലോ, എനിക്ക് മാത്രം ഇല്ലല്ലോ, കമ്പാരിസൺ, അത് ഇല്ലാതാവും. ഡെസ്പറേറ്റ് ഡിസിഷൻ ഓൾവേസ് ലീഡ്സ് ഇൻ ടു നോട്ട് സക്സസ് ബട്ട് ഫെയിലിയർ ഓർ സ്ട്രഗിളിലേക്ക് എത്തും. പക്ഷേ ഡെസ്പറേറ്റ് ഡിസിഷൻ എടുക്കൂല. അതായത് ഡെസ്പറേറ്റ് എന്നുള്ള ഒരു മൊമെന്റിലേക്ക് ഇതിലേക്ക് നമ്മൾ എത്തത്തുമില്ല, അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക്. അതുപോലെ തന്നെ ഹെൽത്തി ഓപ്പർച്യൂണിറ്റി അട്രാക്ട് ചെയ്യാൻ അവർക്ക് പറ്റും. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഹെൽത്തി ഓപ്പർച്യൂണിറ്റീസ് അവരിലേക്ക് വരും. അതായത് നമ്മൾ എപ്പോഴും നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡിനൊരു എനർജി വേറെയാണ്. പീപ്പിൾ ട്രസ്റ്റ് ഗ്രേറ്റ്ഫുൾ എനർജി ദാൻ കംപ്ലൈനിങ് എനർജി.
അതുകൊണ്ടാണ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തിയും ഒരു കംപ്ലൈൻറ്റ് പറയുന്ന ഒരു വ്യക്തിയും ഒരേ കാര്യത്തിന് ഒരേ ഓപ്പർച്യൂണിറ്റിക്ക് പോയാൽ ഡെഫിനറ്റായിട്ട് ആ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന വ്യക്തി, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിക്കായിരിക്കും ആ ഓപ്പർച്യൂണിറ്റി കിട്ടുക. കാരണം ആ വ്യക്തി അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ ആ വ്യക്തിയുടെ എനർജി അവിടെ എത്തും. ആ വൈബ്രേഷൻ ഹൈ ആയിരിക്കും. യെസ്, വൈബ്രേഷൻ ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പൊ എക്സ്ട്രീം ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്നവരടുത്ത് നോ പറയാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ ആ ഒരു എനർജി വൈബ്രേഷൻ സെറ്റ് പോയിന്റ് ഭയങ്കര ഹൈ ആവും ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണെങ്കിൽ. അപ്പോൾ ആ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ആ ഡീപ്പർ വേർഷനിലേക്ക് നമുക്ക് പോയാൽ ഫിനാൻഷ്യലി ഒക്കെ സക്സസ് ഉണ്ട്. അതിന് സൈക്കോളജിക്കൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എൻ്റെ ടൈം ആയിട്ടുണ്ട്, ഇനി 2 മിനിറ്റേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ഞാൻ ആ മീറ്റിങ്ങിന് വേണ്ടി വേറെ രീതിയിൽ ഓക്കെ പ്രിപ്പയർ മാം, ചെയ്യണം. ക്യാരി ഓൺ. Okay, okay, ma'am. 2 Thank you. മിനിറ്റ്. Thank you, ma'am. താങ്ക് യു സോ മച്ച്. അപ്പൊ Thank you, ഗ്രാറ്റിറ്റ്യൂഡിന് ma'am. Thank you so much, ma'am. താങ്ക് യു. ഗ്രാറ്റിറ്റ്യൂഡ് മനസ്സിനെ പ്രിപ്പയർ ചെയ്യുക ഇന്ന്. നാളെ നമ്മൾ ഇത് പറയാൻ പറ്റുന്നിടത്തോളം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു തുടങ്ങാം, പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. മാം, ഞാൻ 3:45 തൊട്ട് വേറൊരു ഫോണിൽ ലിങ്ക് ഇങ്ങനെ ആക്കി വെച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇപ്പോഴാ ഇതുവരെ തുടങ്ങിയില്ലയോ എന്ന് വിചാരിച്ച് നോക്കുമ്പോ വേറെ ഫോണിൽ നിന്ന് കയറിയപ്പോഴാ കയറാൻ കുഴപ്പമില്ല, പറ്റിയത്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ പറഞ്ഞുതരാം. ഞാനത് പറയാൻ തുടങ്ങിയതായിരുന്നു, ഞാനും പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ, അതെ. സോ മച്ച്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ആരെങ്കിലും ഒക്കെ ലൈഫിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം, അവരും ഒന്ന് ലൈഫിന്റെ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കണമെന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഈ ലിങ്ക് അയച്ചു കൊടുക്കുക, Sure, ma'am. ലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. നമ്മൾ ഈ റംസാൻ മാസത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയായിരിക്കും. ഒരുപാട് പേരിലേക്ക് ഇത് എത്തട്ടെ. ഒത്തിരി പേര് നമ്മൾ കാരണം ഒരാൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണമെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലം, ഒരു പാർട്ട് നമുക്കും ഉണ്ടാവും ഉറപ്പായിട്ടും. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം, നല്ലൊരു സായന ആശംസിക്കുന്നു. നോമ്പ് മുറിക്കുക. ഹസ്ബുനല്ലാഹു നഅ്മൽ വക്കീൽ, നഅ്മൽ മൗലാ നഅ്മൽ നസീർ. ആ ദുആ നല്ലതാണ്. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. യൂസുഫ് നബി മത്സ്യത്തിന്റെ അകത്തിരുന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതും നല്ലതാണ്, അതും പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. താങ്ക് യു സോ മച്ച് ആൻഡ് അസ്സലാമു അലൈക്കും. വിൽ സീ യു. അൽഹംദുലില്ലാ. വലൈക്കും അസ്സലാം. വലൈക്കും അസ്സലാം. Thank you so much, ma'am. താങ്ക് യു.